ആശാവർക്കർ എന്ന പേരിൽ SUCI മിനിയെ കളത്തിലിറക്കി കൃത്രിമ പ്രതിഷേധം സൃഷ്ടിച്ചത് സതീശൻ്റെ ചെല്ലും ചെലവിലാണെന്ന് പറഞ്ഞപ്പോൾ ചിലർക്ക് വിശ്വാസം വന്നില്ല. ദേ ഈ വാർത്തയൊന്ന് കേട്ടെ. ആശാ വർക്കേഴ്സ് അസോസിയേഷന്റെ തിങ്കളാഴ്ചത്തെ നിയമസഭാ മാർച്ചിൽ സംഘർഷമുണ്ടാകണമെന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച. ആശാ ഫൈറ്റേഴ്സ് എന്ന ഗ്രൂപ്പിലാണ് ചർച്ച. മാർച്ചിന് UDFും BJPയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സംഘർഷം നടന്നാൽ മാത്രമേ സർക്കാരിന് ഭയമുണ്ടാവുകയുള്ളൂ എന്നും വാദമുയർന്നു. എങ്കിൽ പിണറായി അനങ്ങൂ എന്നുമാണ് ഗ്രൂപ്പിലെ ചർച്ച. ഗ്രൂപ്പിലെ ചർച്ചയുടെ സ്ക്രീൻഷോട്ട് ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. കേട്ടില്ലേ? മാർച്ച് 3 നടത്തുന്ന സമരത്തിൽ അക്രമമുണ്ടാക്കണം. ആശാ വർക്കേഴ്സ് ഫൈറ്റേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന പുതിയ ഗ്രൂപ്പിനകത്ത് സതീശൻ്റെ നിർദ്ദേശാനുസരണം വന്നിരിക്കുന്ന പുതിയ തന്ത്രമാണ് സംഘർഷം വേണം, എന്നാലേ പിണറായി അനങ്ങത്തുള്ളൂ എന്ന്. അതുകൊണ്ട് 3-ാം തീയതിയിലെ സമരത്തിൽ BJPയും SDPIയും ജമാഅത്ത് ഇസ്ലാമിയും നാട്ടിലെ മുഴുവൻ വിഷപ്പാമ്പുകളും നമ്മളോടൊപ്പമുണ്ട്. അവിടെ ഒരു അക്രമം അങ്ങ് അഴിച്ചു കഴിഞ്ഞാൽ പിണറായി ഒത്തുതീർപ്പിനെ വിളിക്കുമെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്. സ്വപ്പം വൈകും, അത്രേ അതിലിപ്പോൾ മറുപടി പറയാനുള്ളൂ. പക്ഷേ SUCIക്കാരിയായിട്ടുള്ള മിനി ആശാ വർക്കറല്ല. അവർ നേരത്തെ പല തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച വ്യക്തിയാണ്. അവരെ ആശാ വർക്കറായി കെട്ടിയിറക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ലേ? കോൺഗ്രസ്സുകാർ അധികാര കസേരയിലേക്ക് കണ്ണും നട്ടിരിക്കുന്നത് ഇതുപോലെ ഇല്ലാത്ത വിഷയങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ്. കേന്ദ്ര പദ്ധതിയായ NRHMന്റെ ഭാഗമായിട്ടുള്ള ആശാ വർക്കേഴ്സിന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ ആ വേദിയിൽ വന്നപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ കൈയടിച്ച് പാട്ടുപാടി കൊടുത്തിരിക്കുകയാണ്. വളഞ്ഞ് തട്ടമൊക്കെ ഇട്ട് നിൽക്കുന്ന ചിലരെയൊക്കെ കണ്ടപ്പോൾ സുഡാപ്പിക്കാർക്കൊക്കെ സംഘപരിവാറുകാരെ കാണുമ്പോഴുണ്ടാകുന്ന ആ നട്ടൽ വളയലുണ്ടല്ലോ, അത് അവിടെയും ദൃശ്യമായിരുന്നു. ഇപ്പോൾ അക്രമം കൂടി അഴിച്ചുവിടാൻ അവർ തന്ത്രം മെനയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിനകത്ത് തന്നെ ഇവർ കാണിക്കുന്ന ഈ നെറുകേടിനെതിരെ അമർഷമുള്ളവരുണ്ടാകും. അതുകൊണ്ടാണല്ലോ അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആകപ്പാടെ പെട്ട അവസ്ഥയിലാണ്. SUCI മിനിയെപ്പോലുള്ള വിഷജന്തുക്കൾ അല്ലെങ്കിൽ UDF ചാവേറുകൾ ഇടതുപക്ഷ വിരുദ്ധ മനസ്സുമായിട്ട് എങ്ങനെ ഈ സംവിധാനത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന നീക്കമാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം ഈ നാട് മതേതരത്വം തകർന്ന് വർഗീയ കോമരങ്ങൾ ഭരിക്കണം. അതായത് ഒന്നുകിൽ അത് സംഘപരിവാർ ആകട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള കോൺഗ്രസുമാകട്ടെ, രണ്ടിടങ്ങളിലും ഞങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് ഈ സംവിധാനത്തെ അട്ടിമറിക്കാൻ എന്ത് നാടകവും നടത്തും. അത് പൊളിയുന്ന സാഹചര്യവുമുണ്ടായി. അങ്ങനെ ഉണ്ടാകുള്ളൂ. ഏതൊരു വിഷയത്തിലും ചെയ്യുന്ന പ്രവൃത്തി കൃത്യമല്ലെങ്കിൽ, ആത്മാർത്ഥമല്ലെങ്കിൽ, അത് മറ്റെന്തെങ്കിലും ഉദ്ദേശശുദ്ധിയിൽ ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ പൊളിഞ്ഞുകൊണ്ടിരിക്കും. കാര്യം ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരെല്ലാം കപടന്മാരാണെന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. 3-ാം തീയതി നിയമസഭയുടെ മുന്നിൽ അക്രമം അഴിച്ചുവിടുകയാണെങ്കിൽ ഒരു ദാക്ഷിണ്യവും കൊടുക്കേണ്ടതില്ല. എല്ലാത്തിൻ്റെയും പൃഷ്ഠം സീൽ ചെയ്ത് വിടാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഈ വാട്സപ്പ് സന്ദേശം പുറത്തു വന്ന സാഹചര്യത്തിൽ കൃത്യമായി മുന്നൊരുക്കം നടത്തേണ്ടതാണ്.